ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയ റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാമല്ലോ, പ്രോഫിറ്റ് കൂടുതലല്ലേ? എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ വിട്ടിട്ട് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പ്രിഫർ ചെയ്യാതെ എന്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റും ഉണ്ട്, അതുപോലെ ഇന്ത്യൻ മാർക്കറ്റും ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് മാർക്കറ്റും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് US മാർക്കറ്റിംഗ് കണ്ടീഷൻ, മാർക്കറ്റിംഗ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ UAE മാർക്കറ്റിംഗ് കണ്ടീഷൻ, മാർക്കറ്റിംഗ് സിറ്റുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്താണ് അവിടുത്തെ മാർക്കറ്റ്, ഏത് പ്രൊഡക്റ്റാണ് ഇപ്പോൾ അവിടെ പൊങ്ങി കയറിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് വിന്നായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രൊഡക്റ്റ് അവിടെ വിറ്റ് കഴിഞ്ഞാൽ സെല്ല് ആവും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ മാർക്കറ്റ് മൊത്തത്തിൽ ആ ഒരു മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അത് നല്ലൊരു കോമ്പറ്റീഷൻ അല്ല, നല്ലൊരു ചാലഞ്ചിങ് ആയിട്ട് വരും. അപ്പം മാർക്കറ്റിംഗ് ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ക്ലൈമറ്റ്, ഫോർ എക്സാമ്പിളാണ് പറഞ്ഞ ക്ലൈമറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് ക്ലിക്കായി കയറും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏത് പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമുക്ക് മറ്റ് കൺട്രീസിനെക്കാളും ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, കൂടുതൽ നോളജ് കിട്ടും. അതുപോലെ ഇപ്പം നമ്മൾ ആൾറെഡി ഇന്ത്യയിലാണല്ലോ, അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് കണ്ടീഷനും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാനും പറ്റും. ഇന്റർനാഷണൽ മാർക്കറ്റിംഗിലാകുമ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണ്. പ്രീപെയ്ഡ് ഓർഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പ്, സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ UAE നോക്കിയാൽ അല്ലെങ്കിൽ US നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലും പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണ്. US ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ടോട്ടലായിട്ട് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർ എന്താണ്, സപ്ലൈസ് എന്ന് പറയുന്നത് അലിബാബ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിംഗ് ഏജൻസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ അലിബാബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ കസ്റ്റമർ നമുക്കിപ്പം $20 തന്നു, നമ്മൾ എന്ത് ചെയ്യും, $20 എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈവേഴ്സിന് പേ ചെയ്യും. സപ്ലൈവേഴ്സിന് പേ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയി കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് കസ്റ്റമർ എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ആ എമൗണ്ട് കേൾക്കും, നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ആയിട്ടില്ല, നമുക്ക് ഇത് വേണം, അല്ലെങ്കിൽ എമൗണ്ട് റീഫണ്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും വെച്ച് മിസ്സായിപ്പോയി, ഷിപ്പിങ്ങിനിടയ്ക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും വിളിച്ച് തിരക്കാനോ ഒന്നുമില്ല. അലിബാബയിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, ചൈനയിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, US വെയർഹൗസിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, വേറെ എവിടെ നിന്നെങ്കിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഷിപ്പിംഗ് ടൈമും കാണും. അതുപോലെ ഇതിനിടയ്ക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എമൗണ്ട് നഷ്ടപ്പെടും. നിങ്ങൾ ആൾറെഡി സപ്ലൈസിന് പേ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങൾ സപ്ലൈസിന് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും മിസ്സാവുന്നത്. അപ്പോൾ മിസ്സായി കഴിയുമ്പോൾ കസ്റ്റമർ നിങ്ങളെ എമൗണ്ട് പിന്നെയും ചോദിക്കും. അപ്പോൾ നിങ്ങൾ സപ്ലൈസിനും പേ ചെയ്തു, നിങ്ങൾ കസ്റ്റമേഴ്സിനും പേ ചെയ്തു, അങ്ങനെ ലോസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് റീസൺ. ഇതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാത്തതിന് സെക്കൻഡ് റീസൺ. ഇതൊരു മെയിൻ റീസൺ ആണ്. ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോബ്ലമാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാത്തത്. തേർഡ് റീസൺ എന്ന് പറയുന്നത് ഫൈൻഡിങ് സപ്ലയേഴ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട്, അതുപോലെ റൊപ്പോസോ ക്ലൗട്ട്, ഇങ്ങനത്തെ കുറേ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഏജൻസും അതുപോലെ നമുക്ക് ഡയറക്റ്റ് സപ്ലൈസിനെ കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഇന്ത്യൻ മാർട്ട് ഉള്ളതുകൊണ്ട് വളരെയധികം എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത് നിന്ന് തന്നെ ലോക്കൽ സപ്ലയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഇപ്പോൾ US ആൾക്ക്, അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ സപ്ലയേഴ്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സപ്ലയേഴ്സിനെ കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ UAE ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ UAE നമുക്ക് എന്തായാലും ഒരു സപ്ലയർ വേണമല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും പോയി എടുക്കുന്നത് അലിബാബ പോയി എടുക്കും. അലിബാബ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസ്, സെൻഡ്രോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അതിൽ റേറ്റ് കുറവായിരിക്കും, പക്ഷേ അതിനേക്കാളും റേറ്റ് കുറവായിട്ടായിരിക്കും അവിടെയുള്ള ഡയറക്റ്റ് സപ്ലയേഴ്സ് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ ഇതുപോലെ കുറേ ഡ്രോപ്പ് ഷിപ്പേഴ്സ് ഉണ്ട്. അവർക്ക് അവിടെ നിന്ന് നമ്മളിവിടെ ഇന്ത്യൻ മാർട്ടിൽ നിന്ന് ഡയറക്റ്റ് സപ്ലൈസിനെ എടുക്കുന്ന പോലെ അവരവിടെ നിന്ന് എന്ത് ചെയ്യും, ഡയറക്റ്റ് സപ്ലൈസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അലിബാബയിൽ നിന്ന് എടുത്ത് നമ്മളെ പ്രോഫിറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ എമൗണ്ട് കൂടുതലായിരിക്കും. അവർ സെല്ല് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ആഡ് സ്പെൻഡ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ഓർഡേഴ്സ് കുറവായിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവർ നോക്കുമ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സെല്ല് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പ്രൈസിൽ വേറെ സ്റ്റോറിലേക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ അതിലായിട്ട് വാങ്ങിക്കാനുള്ള ചാൻസ് ഉള്ളൂ. നിങ്ങളെന്ന് വാങ്ങിക്കണമെന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക്
ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അവിടെ ഏത് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ലാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ ഇതാണ് തേർഡ് റീസൺ, സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ US താമസിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെയുള്ള സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പക്ഷേ ഇന്ത്യയിൽ നിന്നിട്ട് അവിടെയുള്ള സപ്ലയേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഇവിടുത്തെ ടൈം വേരിയേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചൂസ് ചെയ്യാതെ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർ മെയിനായിട്ട് പ്രൊഡക്ട്സ് എടുക്കുന്നത് ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ US വെയർ ഹൗസിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പം മീൻസ് ഇന്ത്യയിലുള്ളവർ എടുക്കുന്നതാണ്. ഇപ്പോൾ അലിബാബ എന്ന് പറയുന്നത് ചൈന വെയർ ഹൗസ് ഉണ്ട്, US വെയർ ഹൗസ് ഉണ്ട്, അതുപോലെ 2-3 സ്ഥലത്തായിട്ട് വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും മെയിനായിട്ട് പ്രൊഡക്ട്സ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പം ചൈനയിൽ നിന്ന് സാധനം ഡെലിവർ ആവാൻ വേണ്ടിയിട്ട് US എത്താൻ വേണ്ടിയിട്ട് 10-15 ദിവസം 1 മാസമൊക്കെ എടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈം വ്യത്യാസം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കസ്റ്റമർ വാങ്ങിക്കാനുള്ള ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ കസ്റ്റമർ ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല. ആ ഡെലിവർ ആവുന്ന സമയത്ത് കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല. ചിലപ്പോൾ റിട്ടേൺ അയച്ച് കളയാം, ചിലപ്പം അവർ ആ സ്ഥലത്തില്ലാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആവാം. കാരണം ഈ 1 മാസം ടൈമൊക്കെ പിടിക്കുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ ആ ഒരു അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ഇമ്പ്രഷൻ പോയി കാണും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പം ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ 7 to 12 ഡേയ്സിൽ അല്ലെങ്കിൽ 4 to 12 ഡേയ്സിൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവും. അതാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ US ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒരു 3 or 4 ഡേയ്സിൽ അവർക്ക് അവിടെ നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം ചൈനയിൽ നിന്നാണ് നമ്മളിപ്പം പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അലിബാബയിൽ ഇപ്പോൾ ചൈന വെയർ ഹൗസ് ആണ്, അവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൽ തന്നെ കുറേ പ്ലാനുകളുണ്ട്. ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഓരോ ഇത്രയും ഡോളേഴ്സ് എമൗണ്ട് വരുമെന്ന് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കും. അപ്പോൾ നമ്മളിപ്പം വലിയ എമൗണ്ട് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അത്രയും പെട്ടെന്ന് ഷിപ്പ് ആവത്തുള്ളൂ. നമ്മൾ നോർമൽ പാക്കേജ് വല്ലതും എടുക്കുകയാണെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 20 to 30 ഡേയ്സ് 25 to 40 ഡേയ്സ് ഇങ്ങനെ ആയിരിക്കും കാണിക്കും. അപ്പോൾ ഈ ഒരു ടൈമിനിടയ്ക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ചാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചൂസ് ചെയ്യാത്തത്. ഫിഫ്ത്ത് റീസൺ എന്ന് പറയുന്നത് കാളിംഗ് ഫെസിലിറ്റീസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ സാധാ സിം കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനാഷണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ISD റീചാർജ് അല്ലെങ്കിൽ ഇപ്പം ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള സിം എടുക്കേണ്ടി വരും. അത് നല്ല റേറ്റാണ്, 1000-ന് മേളിൽ റേറ്റുള്ള സിമ്മുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. അതുപോലെ ഇപ്പം എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല, റേഞ്ച് കിട്ടണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ RTO കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ടിപ്പാണ്, ഇത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ RTO കുറയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓർഡേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഓർഡേഴ്സ് എല്ലാം ഒരു രാത്രി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് അന്നത്തെ ഓർഡേഴ്സ് എല്ലാം എന്ത് ചെയ്യും, നമ്മൾ വിളിച്ച് കൺഫേം ചെയ്യും, വെരിഫൈ ചെയ്യും. ഇങ്ങനൊരു ഓർഡർ വന്നിട്ടുണ്ട്, ആ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഓർഡർ കൺഫേം ചെയ്യുകയാണോ അല്ലെ അറിയാതെ വന്നതാണോ അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിളിച്ച് ചോദിക്കും, കസ്റ്റമറിനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് RTO കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിളിച്ച് കേൾക്കാതെ നമ്മൾ സെൻഡ് ചെയ്യുകയാണ്, നമ്മൾ ഷിപ്പിംഗ് കോസ്റ്റ് ആവും. അതുപോലെ നമുക്ക് പ്രോഡക്റ്റ് റിട്ടേൺ ആവേണ്ട RTO ചാർജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പം കസ്റ്റമറിനെ വിളിച്ച് കേട്ടിട്ട് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമുക്ക് RTO കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള സിം വേണം, അല്ലെങ്കിൽ ISD റീചാർജ് വേണം, അങ്ങനത്തെ കുറേ എമൗണ്ട് സ്പെൻഡ് ആവണ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാത്ത. ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് വളരെയധികം ചാലഞ്ചിങ് ആണ്, കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വിളിക്കാം, US നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരു ലിമിറ്റ് വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി സിക്സ്ത് റീസൺ എന്ന് പറയുന്നത് റീഫണ്ട് ആൻഡ് റിട്ടേൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ആൻഡ് റിട്ടേൺ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സപ്ലൈസ് ഒക്കെ ആണെങ്കിൽ അവർ തന്നെ റിട്ടേൺ പിക്കപ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ റെപ്പോസോ ക്ലൗഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിട്ടേൺ ആൻഡ് റീഫണ്ട് 5 ദിവസം വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളിപ്പം ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ റിട്ടേണും പിക്കപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അവിടെയുള്ള ഷിപ്പിംഗ് സർവീസോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അവിടെ എന്തായാലും പെടും. അതുപോലെ ഇപ്പോൾ കസ്റ്റമർ എമൗണ്ട് തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. സപ്ലൈസ് നമുക്ക് അലിബാബയിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ല, ഇപ്പോൾ വന്നോന്ന് എനിക്കറിയത്തില്ല, വരാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നൊക്കെ ഇത്രയും പ്രൊഡക്റ്റ് 30-40 ദിവസം കഴിഞ്ഞ് അങ്ങെത്തിയിട്ട് പിന്നെ ഇതിനെ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ റിട്ടേൺ റീഫണ്ട് ഒന്നും ചെയ്യാൻ നല്ല പാടാണ്. ഇപ്പോൾ റിട്ടേൺ റീഫണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോയെന്ന് തന്നെ വിചാരിച്ചാൽ മതി. കുറേ ഇപ്പോൾ ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ്, ഇംഗ്ലീഷിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിപ്പിക്കുന്ന യൂട്യൂബേഴ്സും അവർ ഇത് തന്നെയാണ് പറയുന്നത്. റീഫണ്ട് ഓർ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ 7th എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് വെറൈറ്റീസ് ആണ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു ടെക്നോളജീസ് ഉള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിങ്ങിലുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ ഒരു ടെക്നോളജിയിലോട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. നമ്മളപ്പോൾ അതിനേക്കാളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പം ഇതൊരു റീസൺ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് വെറൈറ്റീസ് നമുക്ക് അവിടുത്തെ മനസ്സിലാക്കാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തൊക്കെ പുതിയ ടെക്നോളജീസ് വന്നാൽ നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ന്യൂസുകൾ കണ്ടാലോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടാലോ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും എന്തൊക്കെ ന്യൂ ടെക്നോളജീസും കാര്യങ്ങളൊക്കെയാണ് വന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റർനാഷണലി ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ വളരെയധികം ചാലഞ്ചിങ് ആണ്. സക്സസ് ആവണമെന്നില്ല. ഓക്കെ, 8th എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലായിട്ട് നോക്കിക്കഴിഞ്ഞാലും കൾച്ചറൽ ഡിഫറൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ആയിരിക്കും, അതുപോലെ US US കൾച്ചർ ആയിരിക്കും. അങ്ങനെ ഓരോ കൺട്രീസിലും അവരവരെ കൾച്ചേഴ്സ് കാണും. അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണലി ചെയ്യുന്ന സമയത്ത് കുറേ കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ മിക്സഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് എല്ലാ സ്ഥലത്തും വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ ചില സ്ഥലത്ത് ക്ലിക്ക് ആവും, ചില സ്ഥലത്ത് ക്ലിക്ക് ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ലോസിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ക്ലിക്ക് ആവുന്ന പ്രൊഡക്റ്റ് 5 സ്ഥലത്ത് ക്ലിക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് വെറുതെ വേസ്റ്റ് ആവുകയാണ്. അതേസമയം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ നമുക്കറിയാവുള്ളൂ. ഇന്ത്യൻ കൾച്ചറിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം US നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേരൻസ് ഒക്കെ കുട്ടികൾ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവരെ ഫ്രീഡത്തിന് വിടും. പിന്നെ അവർ വേറെ വീടെടുത്ത് താമസിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും താമസിക്കും, അങ്ങനെ കഴിക്കും. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പേരൻസ് മരിക്കുന്നത് വരെ അവരെ കുട്ടികളോടെ കാണും. അപ്പോൾ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറാണ്. അപ്പോൾ ഇതുപോലെ കുറേ കൾച്ചറൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ കുറേ പേരുടെ അടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് വീഡിയോ ഇടോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആൾറെഡി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് കുറേ ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സെറോമിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് ക്ലിക്കായിട്ടല്ലോ, നല്ല ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതോടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞയാണ്, കരിയർ അതല്ല എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞയാണ്. പക്ഷെ എങ്ങനെയോ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നപ്പോൾ സക്സസ്സിലോട്ട് വന്നു. അപ്പോൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ തൊടുന്നില്ല. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതിന് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങളൊരു പ്രിഫറൻസ് ആണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത് ആ രാജ്യത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും റീസൺസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനിയും റീസൺസ്, അതുപോലെ ലിമിറ്റേഷൻസ്, അതുപോലെ ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതിൽ. നിങ്ങളിപ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേയ്മെന്റ് ഗേറ്റ് വേ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാവരും എന്തായാലും ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ വലിയ എമൗണ്ട് വെച്ച് ട്രൈ ചെയ്യണമെന്ന് പറയത്തില്ല, കുറച്ച് എമൗണ്ട് വെച്ച് എന്തായാലും ട്രൈ ചെയ്യുക. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെന്നുള്ളവർ എന്തായാലും ട്രൈ ചെയ്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ കിട്ടിയതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പിന്നെ പറയാനുള്ളത് ഷോപ്പിഫൈ സെറ്റപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങോ FB ആഡ്സ് മാനേജർ സെറ്റപ്പോ അല്ലെങ്കിൽ FB ആഡ്സ് റൺ ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കാം. ഇപ്പോൾ ഈ സർവീസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യുക, TR105 എന്നുള്ള ഒരു കോഡ് യൂസ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ അത് യൂസ് ചെയ്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡൗട്ട്സ് മെസ്സേജ് അയച്ചാൽ മതി. ആര് ഹായ് ഹേ എന്നൊന്നും അയക്കണ്ട. ഡൗട്ട്സ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കണ്ടിട്ട് റിപ്ലൈ തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ് ബൈ.